ഭൂമിയിലെ ഏറ്റവും പവിത്രവും നിസ്വാർത്ഥവുമായ സ്നേഹത്തിൻ്റെ പേരാണ് അമ്മ. ഒരു കുഞ്ഞി ലോകത്തേക്ക് കണ്ണു തുറക്കുന്ന നിമിഷം മുതൽ ആ ജീവൻ്റെ തണലായി മാറുന്നവൾ, സ്വന്തം സുഖസൗകര്യങ്ങളും ആഗ്രഹങ്ങളും മാറ്റിവെച്ച് മക്കളുടെ സന്തോഷത്തിനു വേണ്ടി ജീവിക്കുന്നവൾ. നിങ്ങൾ ആരെങ്കിലും സ്വന്തം അമ്മയെക്കുറിച്ചും അവൾ അനുഭവിച്ച വേദനകളെയും സങ്കടങ്ങളെയും കുറിച്ചും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഊണിന് കറി കുറഞ്ഞാലും ചോദിക്കുന്ന പണം കൊടുത്തില്ലേലും പഴി കേൾക്കാൻ വിധിക്കപ്പെട്ടവളാണ് ഈ അമ്മ. നേരല്ലേ? വീട്ടിൽ അമ്മയുമായി വഴക്കിടാത്ത ദിവസം കുറവായിരിക്കുമല്ലേ? എന്നാൽ അമ്മയുടെ കണ്ണീർ വീട്ടുന്ന മക്കളെക്കുറിച്ച് ഇടയ്ക്ക് കേൾക്കാറുണ്ട്. കൊല്ലം അഞ്ചാലുംമൂടിൽ പെറ്റമ്മയെ യുവാവ് കൊലപ്പെടുത്തിയത് വീട്ടിലെ വഴക്കിനിടെയാണ്. എന്താണ് കഴിഞ്ഞ രാത്രി അവിടെ സംഭവിച്ചത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. സ്വന്തം സ്വപ്നങ്ങൾ മറന്ന് ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിച്ച് ജീവിക്കുന്ന അമ്മമാരുടെ കഥകൾ നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെ മക്കളെക്കുറിച്ച് മാത്രം സ്വപ്നം കണ്ട് ജീവിക്കുന്ന അമ്മമാരുണ്ട്. നമ്മൾ എന്താണ് തിരിച്ചവർക്ക് കൊടുത്തിട്ടുള്ളത്? കണ്ണീരും വേദനയും മാത്രമല്ലേ? അതെ, ഇങ്ങനെ സഹിക്കാൻ മാത്രം വിധിക്കപ്പെട്ട ചില സ്ത്രീകളുണ്ട്. കൊല്ലം അഞ്ചാലുംമൂട് സ്വദേശിനിയായ പൊന്നമ്മ കുറേ സങ്കടങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. മദ്യലഹരിയിൽ മകൻ്റെ മർദ്ദനങ്ങൾ സഹിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മകൻ വർഗീസ് വീട്ടിലെ വഴക്കിനിടെ പൊന്നമ്മയെ കിണറ്റിലേക്ക് തള്ളിയിട്ടു. ആ വീഴ്ച മരണത്തിലേക്കായിരുന്നു. സംഭവം നടന്ന ദിവസങ്ങൾക്ക് ശേഷമാണ് കൊലപാതകത്തിൻ്റെ ചുരുളഴിഞ്ഞത്. കേസിൽ മകൻ വർഗീസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ 15-നാണ് വീട്ടുപറമ്പിലെ കിണറ്റിൽ പൊന്നമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അമ്മ കിണറ്റിൽ വീണ് കിടക്കുന്നതായി വർഗീസ് ബഹളം വെച്ചതിനെ തുടർന്നാണ് നാട്ടുകാർ എത്തുന്നത്. തുടർന്ന് അഗ്നിരക്ഷാസേന എത്തി മൃതദേഹം പുറത്തെടുത്തു. മൃതദേഹ പരിശോധനയിൽ അസ്വാഭാവികത കണ്ടെത്തിയതിനെ തുടർന്ന് വർഗീസ് പോലീസിന്റെ നിരീക്ഷണത്തിലായി. അമ്മയെ കിണറ്റിൽ തള്ളിയിട്ടതാണെന്ന് ചിലരോട് പറഞ്ഞതായി ലഭിച്ച വിവരത്തെ തുടർന്നാണ് വർഗീസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കൊലപാതകം തെളിഞ്ഞത്. സംഭവ ദിവസം രാവിലെ അമ്മയും മകനും തമ്മിൽ വഴക്കുണ്ടായിരുന്നു. മദ്യലഹരിയിലായിരുന്ന വർഗീസ് അമ്മയെ കിണറ്റിൽ തള്ളിയിടുകയായിരുന്നു. വർഗീസ് പതിവായി മദ്യപിച്ച് വീട്ടിൽ ബഹളം വെക്കാറുണ്ടെന്നും പോലീസ് പറയുന്നു. അഞ്ചാലുംമൂട് SHOയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തിയത്. തെളിവെടുപ്പുകൾ പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊല്ലം. പ്രണയിച്ചിരുന്ന വ്യക്തി ഉപേക്ഷിച്ച് പോകുമ്പോൾ വേദനയുണ്ടാകും, നഷ്ടബോധം തോന്നും, ഓർമ്മകൾ വേട്ടയാടും. പ്രണയനൈരാശ്യം ജീവിതത്തിൻ്റെ താളം തെറ്റിക്കാം. ചിലപ്പോൾ മനസ്സിൻ്റെ സമനില തെറ്റി അക്രമത്തെക്കുറിച്ചും ആത്മഹത്യയെക്കുറിച്ചും ചിന്തിക്കാം. തിരുവനന്തപുരം പാറശാല സ്വദേശി അശ്വന്തിനും അതാകും സംഭവിച്ചത്. നെയ്യാറ്റിൻകരയിൽ യുവതിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ച കേസിന് പിന്നിൽ പ്രണയനൈരാശ്യമാകാമെന്നാണ് സംശയം. പ്ലാമൂട്ടുകടയിൽ വനിതകളുടെ ഫിറ്റ്നസ് സെൻ്ററിലെ പരിശീലക കാവ്യയ്ക്കാണ് കഴുത്തിന് കുത്തേറ്റത്. സംഭവത്തിന് ശേഷം എലിവിഷൻ കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച അശ്വന്തും ആശുപത്രിയിൽ ചികിത്സയിലാണ്. രണ്ടുപേരുടെയും മൊഴിയെടുത്താലേ ആക്രമണത്തിൻ്റെ യഥാർത്ഥ കാരണം വ്യക്തമാകും. ഇന്ന് രാവിലെ പ്ലാമുട്ടുകടയ്ക്ക് സമീപം ഷാപ്പുമുക്കിൽ പ്രവർത്തിക്കുന്ന വനിതകളുടെ ഫിറ്റ്നസ് സെന്ററായ മിഥിലയിലാണ് സംഭവം നടന്നത്. സ്ഥാപനത്തിലെ ജീവനക്കാരി മരിയാപുരം സ്വദേശിയായ കാവ്യയ്ക്കാണ് കുത്തേറ്റത്. പാറശാല പവതിയാൻവിള സ്വദേശിയായിട്ടുള്ള അശ്വന്താണ് കയ്യിൽ കരുതിയ കത്തിയുമായി സെന്ററിലെത്തിയതും കുത്തി പരിക്കേൽപ്പിച്ചതും. കഴുത്തിനും മുഖത്തുമാണ് കുത്തേറ്റത്. സംഭവ സമയം സ്ഥാപനത്തിനുള്ളിൽ ആരുമില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് അശ്വിൻ കാവ്യയെ ആക്രമിച്ചത്. കാവ്യയുടെ നിലവിളി കേട്ട് നാട്ടുകാർ ഓടിയെത്തുമ്പോൾ അശ്വിൻ കയ്യിൽ കരുതിയിരുന്ന എലിവിഷം കഴിച്ച ശേഷം കൈഞ്ഞരമ്പ് മുറിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ ചേർന്ന് ഇരുവരെയും ആശുപത്രിയിലെത്തിച്ചു. നെയ്യാറ്റിൻകര നിംസ് മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ച കാവ്യയ്ക്ക് അടിയന്തര ശസ്ത്രക്രിയ നടത്തി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അശ്വിൻ. ആക്രമണത്തിന് കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തിയാലേ വ്യക്തമാകൂ എന്നാണ് പാറശാല പോലീസ് പറയുന്നത്.
ന്യൂസ് 18 തിരുവനന്തപുരം. നമ്മുടെ നാട്ടിൽ ചില വിവാഹ തട്ടിപ്പുകാരുണ്ട്. മാട്രിമോണിയൽ സൈറ്റുകളിലൂടെ പരിചയപ്പെടുന്ന യുവതികളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുന്നതാണ് അവരുടെ രീതി. ആലപ്പുഴ ചെന്നിത്തല സ്വദേശി രാഹുൽ ഇങ്ങനെ യുവതികളെ ചൂഷണം ചെയ്യുന്നയാളാണ്. മാട്രിമോണിയൽ വഴി ആദ്യം പരിചയപ്പെടും, പിന്നീട് അടുപ്പം സ്ഥാപിച്ച് പീഡിപ്പിക്കും. അരൂർ സ്വദേശിയായ യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി ഇയാൾ വിവിധയിടങ്ങളിൽ കൊണ്ടുപോയാണ് ചൂഷണം ചെയ്തത്. കേസിൽ പ്രതി രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഫ്രീലാൻസ് വെബ് ഡിസൈനറായി ജോലി നോക്കുന്ന രാഹുൽ മാട്രിമോണിയൽ പരസ്യം വഴിയാണ് അരൂർ സ്വദേശിനിയായ യുവതിയുമായി പരിചയപ്പെടുന്നത്. തുടർന്ന് യുവതിയെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് കൂടുതൽ അടുക്കുകയും പല പ്രാവശ്യം യുവതിയെ ആലപ്പുഴയിൽ വിളിച്ചു വരുത്തി ടൗണിലും ബീച്ച് ഭാഗത്തും വെച്ച് പീഡിപ്പിക്കുകയും ചെയ്തെന്നാണ് പരാതി. ഈ പീഡന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തു. എന്നാൽ പിന്നീട് യുവതിയെ വിവാഹം കഴിക്കാതെ ഒഴിഞ്ഞുമാറിയ പ്രതി മറ്റൊരു യുവതിയെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു. അതോടെയാണ് പെൺകുട്ടി പോലീസിൽ പരാതി നൽകിയത്. പരാതി നൽകിയതറിഞ്ഞ രാഹുൽ വീട്ടിൽ നിന്ന് മുങ്ങുകയായിരുന്നു. തുടർന്ന് പോലീസ് പ്രതിയുടെ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ ഇയാളുടെ വീട്ടിൽ നിന്നാണ് പിടികൂടിയത്. ന്യൂസ് 18 ആലപ്പുഴ. മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങളെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയ കേസിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നു, അതോ സാമ്പത്തിക നേട്ടമായിരുന്നു? കേസിലെ പ്രതി മുഹമ്മദ് റോഷനെ പിടികൂടിയതോടെ പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. സാദിഖ് അലി തങ്ങളുടേതെന്ന വ്യാജേന ചില ദൃശ്യങ്ങൾ കാട്ടി 15 കോടി രൂപ ആവശ്യപ്പെട്ടെന്നും പണം നൽകാതായപ്പോൾ അപകീർത്തികരമായ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടെന്നുമാണ് ഇയാൾക്കെതിരായ കേസ്. കേരളത്തിന് പുറത്ത് ഒളിവിലായിരുന്ന റോഷനെ തന്ത്രപൂർവ്വം നാട്ടിലെത്തിച്ചാണ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത്. വലിയ തുക ആവശ്യപ്പെട്ടതിന് പിന്നിൽ വൻകിട റാക്കറ്റുകളുടെ സാന്നിധ്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പെരിന്തൽമണ്ണ സ്വദേശിയും കാപ്പ നിയമപ്രകാരം നാടുകടത്തപ്പെട്ട കുറ്റവാളിയുമായ റോഷനെ കോയമ്പത്തൂരിലെ ഒളിത്താവളത്തിൽ നിന്നാണ് മലപ്പുറം പോലീസ് സാഹസികമായി പിടികൂടിയത്. ആഴ്ചകളായി ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇയാൾക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാനിരിക്കെയാണ് പോലീസിന്റെ നിർണായകമായ നീക്കം. പാണക്കാട് കുടുംബാംഗമായ മൊയ്നലി തങ്ങളെ ചില അവ്യക്തമായ ദൃശ്യങ്ങളും ഫോട്ടോകളും കാണിച്ച് ഭീഷണിപ്പെടുത്തിയതായാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇവ പുറത്തുവിടാതിരിക്കാൻ 15 കോടി രൂപയാണ് പ്രതി ആവശ്യപ്പെട്ടത്. എന്നാൽ ഭീഷണിക്ക് വഴങ്ങാൻ കുടുംബം തയ്യാറാകാത്തതിനെ തുടർന്ന് ജനുവരി 31-ന് വ്യാജ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സാദിഖ് അലി തങ്ങൾക്കെതിരെ ഇയാൾ തരംതാണ ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു. മോയിനലി തങ്ങളുടെ പരാതിയിൽ പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തതോടെ മുഹമ്മദ് റോഷൻ ഒളിവിൽ പോയിരുന്നു. ആ സമയം പ്രതി മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാതിരുന്നത് അന്വേഷണത്തിന് വലിയ വെല്ലുവിളിയായി. തുടർന്ന് അങ്ങാടിപ്പുറത്ത് നിന്ന് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. തങ്ങളെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചതിനാണ് പെരിന്തൽമണ്ണ പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ പരാതിയിൽ സൈബർ പോലീസ് കലാപശ്രമം, ഭീഷണിപ്പെടുത്തി പണം തട്ടൽ തുടങ്ങിയ വകുപ്പുകളും മറ്റൊരു കേസും പെരിന്തൽമണ്ണ പോലീസ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയായ റോഷനെതിരെ നേരത്തെ കാപ്പ ചുമത്തിയിരുന്നതിനാൽ പോലീസ് അതീവ ജാഗ്രതയിലായിരുന്നു. ഷാനു എന്ന വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് വഴിയായിരുന്നു സാദിഖ് അലി തങ്ങൾക്കെതിരായ മുഹമ്മദ് റോഷന്റെ പ്രചാരണം. മാർച്ച് 21-നായിരുന്നു പോസ്റ്റ്. എന്നാൽ ജനുവരി 31-ന് മുഹമ്മദ് റോഷൻ സാദിഖ് അലി തങ്ങളുടെ ബന്ധുവായ മൊയ്നലി തങ്ങളെയും സുഹൃത്തിനെയും പെരിന്തൽമണ്ണയിലെ മാളിൽ വിളിച്ചു വരുത്തി അവ്യക്തമായ ദൃശ്യങ്ങളും വീഡിയോയും കാണിച്ച് പണം ആവശ്യപ്പെട്ടെന്നാണ് പരാതി. ദൃശ്യങ്ങൾ പുറത്തുവിടാതിരിക്കാൻ 15 കോടി രൂപയും ആവശ്യപ്പെട്ടു. പണം കൊടുത്തില്ലെങ്കിൽ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുമെന്നും ഇക്കാര്യം പുറത്തു പറഞ്ഞാലോ പരാതിപ്പെട്ടാലോ തന്നെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും മൊയ്നലി തങ്ങൾ നൽകിയ പരാതിയിൽ പറയുന്നു. ഗൂഢാലോചനയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് നേതൃത്വത്തെയും പാണക്കാട് കുടുംബത്തെയും പൊതുസമൂഹത്തിൽ മോശമായി ചിത്രീകരിക്കാൻ ബോധപൂർവമായ ശ്രമം നടന്നതായാണ് പാർട്ടി അണികളുടെ ആരോപണം. പ്രതിക്ക് സാമ്പത്തിക സഹായം നൽകിയവരെയും ഒളിവിൽ കഴിയാൻ സൗകര്യമൊരുക്കിയവരെയും കണ്ടെത്താൻ വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. തങ്ങളെ ഭീഷണിപ്പെടുത്താൻ ഉപയോഗിച്ച ദൃശ്യങ്ങൾ വ്യാജമായി നിർമ്മിച്ചതാണോ അതോ എഡിറ്റ് ചെയ്തതാണോ എന്ന് കണ്ടെത്താൻ റോഷന്റെ ഫോണും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും.
15 കോടി രൂപ എന്ന വലിയ തുക ആവശ്യപ്പെട്ടതിന് പിന്നിൽ വൻകിട റാക്കറ്റുകളുടെ സാന്നിധ്യം പോലീസ് സംശയിക്കുന്നു. ക്രിമിനൽ പശ്ചാത്തലമുള്ള റോഷൻ ഒറ്റയ്ക്കല്ല ഈ നീക്കം നടത്തിയതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ന്യൂസ് 18 മലപ്പുറം. ഇനിയൊരു ഹൈടെക് കള്ളന്റെ കഥയാണ്. പേര് ഇമ്രാൻഖാൻ, UP സ്വദേശി. ഉത്തർപ്രദേശ്, ബീഹാർ, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെ പോലീസിന്റെ നോട്ടപ്പുള്ളി. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്ത് മോഷണം നടത്തുന്നതാണ് ഇയാളുടെ രീതി. കൈവശം എപ്പോഴും വിവിധ ഇരുചക്ര വാഹനങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ് താക്കോലുണ്ടാകും. ഈ താക്കോൽ ഉപയോഗിച്ച് സ്കൂട്ടറുകളുടെ ഡാഷ്ബോർഡിൽ നിന്ന് പണവും സാധനങ്ങളും മോഷ്ടിക്കും. കഴിഞ്ഞ ദിവസം ആലുവയിൽ സമാനമായ ഒരു മോഷണം നടത്തിയ കേസിൽ പിടിക്കപ്പെട്ടപ്പോഴാണ് ഇമ്രാൻ എന്ന ഹൈടെക് കള്ളനെ കുറിച്ച് അറിയുന്നത്. ഈ മാസം 14-നാണ് ആലുവയിൽ പരീക്ഷ എഴുതാനെത്തിയ തൃശൂർ സ്വദേശിയായ യുവാവിന്റെ പേഴ്സും മൊബൈൽ ഫോണും നഷ്ടപ്പെട്ടത്. ഇത് സ്കൂട്ടറിന്റെ സീറ്റിനടിയിലെ സ്റ്റോറേജിൽ സൂക്ഷിച്ച ശേഷം പരീക്ഷാ ഹാളിലേക്ക് കയറിയതാണ് യുവാവ്. തിരികെ എത്തിയപ്പോഴാണ് മോഷണം ശ്രദ്ധയിൽപ്പെട്ടത്. അതിനിടെ പേഴ്സിലുണ്ടായിരുന്ന ATM കാർഡ് ഉപയോഗിച്ച് 65,000 രൂപയും തട്ടിയെടുത്തു. പണം ബ്ലോക്ക് ചെയ്യുന്നതിനായി ബാങ്കുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ഇക്കാര്യം അറിഞ്ഞത്. പിന്നാലെ ആലുവ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു. തുടർന്ന് പ്രത്യേക ടീം രൂപീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിയത്. ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉപയോഗിച്ച് സ്കൂട്ടർ തുറന്ന ശേഷം ഡാഷ്ബോർഡിൽ സൂക്ഷിച്ചിരുന്ന മൊബൈൽ ഫോണും പണവും കവരുന്നതാണ് ഇയാളുടെ രീതി. തുടർന്ന് സിം മറ്റൊരു ഫോണിലിട്ട് ATM കൗണ്ടറിൽ പോയി ATM പിൻ ചേഞ്ച് ചെയ്യും. ഉടനെ പണം പിൻവലിക്കും. സിം ഇടുന്ന ഫോൺ വിളിക്കാൻ ഉപയോഗിക്കില്ല. സംഭവത്തിന് ശേഷം മുങ്ങിയ പ്രതിയെ സാഹസികമായാണ് പോലീസ് പൊക്കിയത്. ആലുവ, കൊല്ലം, കിളികൊല്ലൂർ, തൃശൂർ എന്നിവിടങ്ങളിലും തമിഴ്നാട്ടിലെ വിവിധ സ്ഥലങ്ങളിലും UPയിലും ഉൾപ്പെടെ ഇയാൾ സമാനമായ മോഷണം നടത്തിയിട്ടുണ്ട്. UP പോലീസ് ഇയാളെ അന്വേഷിക്കുന്നതിനിടെയാണ് ആലുവ പോലീസിന്റെ പിടിയിലായത്. ഒരു സ്ഥലത്ത് സ്ഥിരമായി നിൽക്കാതെ വിവിധയിടങ്ങളിൽ യാത്ര ചെയ്താണ് മോഷണം നടത്തിയിരുന്നത്. ഈ മാസം 23-ന് ഭോപ്പാലിലായിരുന്നുവെങ്കിൽ 27-ന് കോയമ്പത്തൂരിലെത്തി. പുതിയ മോഷണത്തിനായി കേരളത്തിലെത്തിയപ്പോഴാണ് പ്രതിയെ കഴിഞ്ഞ രാത്രി ബൈറ്ററിയിലുള്ള ലോഡ്ജ് വളഞ്ഞ് പോലീസ് പിടികൂടിയത്. 10ഓളം ഇരുചക്ര വാഹനങ്ങളുടെ താക്കോലുകൾ, 3 മൊബൈൽ ഫോണുകൾ, നിരവധി പേഴ്സുകൾ എന്നിവ മോഷ്ടാവിൽ നിന്നും കണ്ടെടുത്തു. ആലുവ ഇൻസ്പെക്ടർ KG ഗോപകുമാർ, SI-മാരായ ജോസി M ജോൺസൺ, അനൂപ്, CPO-മാരായ മാഹിൻ ഷാ, അബുബക്കർ, മുഹമ്മദ് അമീർ, ഷാഹിൻ എന്നിവരായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം. ന്യൂസ് 18 കൊച്ചി. കൊച്ചിയിൽ ആഡംബര ഹോട്ടലിലെ ലഹരി പാർട്ടിയിൽ കൂടുതൽ ഉന്നതർ കുടുങ്ങുമോ? ഡോക്ടർമാരും അഭിഭാഷകരും ഉൾപ്പെടുന്ന സംഘത്തെ പിടികൂടിയതിന് പിന്നാലെ കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. ഇവർ സ്ഥിരമായി ഉപയോഗിക്കുന്ന ലഹരിയുടെ ഉറവിടം തേടിയാണ് അന്വേഷണം നടക്കുന്നത്. ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ മറവിൽ കോടികളുടെ ലഹരി വിൽപ്പന നടത്തുന്നതാണ് സൂചന. കേസിലെ മുഖ്യപ്രതി ഷോണിന്റെ സാമ്പത്തിക ഇടപാടുകളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ലഹരി സംഘങ്ങളുമായി ഇവർക്കുള്ള ബന്ധമടക്കം പരിശോധിക്കുകയാണ് അന്വേഷണ സംഘം. ഈവന്റ് മാനേജ്മെന്റ് ഉടമയായ ഷാജി ഫെർണാണ്ടോ ആണ് യുവാക്കൾക്ക് ലഹരി എത്തിച്ചു നൽകുന്നത്. ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ മറവിലായിരുന്നു ലഹരി വിൽപ്പന. ഈ സംഘം സ്ഥിരമായി ആഡംബര ഹോട്ടലിൽ മുറിയെടുത്ത് ലഹരി ഉപയോഗം നടത്താറുണ്ട് എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഇന്ത്യയിൽ ലഭ്യമല്ലാത്ത മെത്താഫിറ്റമിൻ, ഹൈബ്രിഡ് കഞ്ചാവ് എന്നിവ എത്തിച്ചത് തായ്ലൻഡ് പോലുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നാണ്. കഴിഞ്ഞ ശനിയാഴ്ച ഷോൺ നടത്തിയ ക്രൂയിസ് പാർട്ടിയിലും അന്വേഷണമുണ്ട്. കല്ലൂർ സ്വദേശിയും അഭിഭാഷകനുമായ രോഹിത് നായർ, കല്ലൂർ സ്വദേശിയും റെസ്റ്റോറന്റ് ഉടമയുമായ ഓസ്റ്റിൻ ജോസ്, കെമിക്കൽ ട്രീറ്റ്മെന്റ് ബിസിനസ്സുകാരനായ ജിനോ മുരളി, ആലപ്പുഴ സ്വദേശിയും ന്യൂട്രീഷ്യനുമായ അക്ബർ ഷാ, പന്തളം സ്വദേശിനിയും ദന്ത ഡോക്ടറുമായ ബെൻസി റാവുത്തർ, ഫിസിയോതെറാപ്പിസ്റ്റ് സെയ്ദലി ഫാത്തിമ, കണ്ണൂർ സ്വദേശിനിയും ഏവിയേഷൻ വിദ്യാർത്ഥിയുമായ അമൽ റൌഫ്,
തിരുവനന്തപുരം ശംഖുമുഖം സ്വദേശി ഷാജി ഫെർണാണ്ടോ എന്ന ഷോൺ എന്നിവരാണ് പിടിയിലായത്. ന്യൂസ് 18 കൊച്ചി. വയനാട്ടിലെ നമ്പ്യാർകുന്നിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ് പോലീസ് പെട്രോൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. സാമ്പത്തിക തർക്കത്തിൽ പ്രശ്നപരിഹാരത്തിന് പോയപ്പോഴാണ് വാർഡ് മെമ്പറെ മർദ്ദിക്കുകയും സഹായത്തിനായി ഒപ്പം പോയ യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ മുഖ്യപ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. എരുമാട് സ്വദേശി ഷമീറിനെ കോയമ്പത്തൂരിൽ നിന്ന് സാഹസികമായാണ് നൂൽപ്പുഴ പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം. വീടിന് സമീപത്തെ മരം മുറിയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്നായിരുന്നു ആക്രമണം. മരം മുറിക്കുമ്പോൾ അയൽവാസിക്കുണ്ടായ നാശനഷ്ടം മരം കയറ്റുന്നതിന് മുൻപ് നൽകാമെന്ന് പറഞ്ഞ് ഒത്തുതീർപ്പിലെത്തിയിരുന്നു. എന്നാൽ മരം കയറ്റാൻ വന്നപ്പോൾ നഷ്ടപരിഹാരം നൽകാതിരുന്നത് ചോദ്യം ചെയ്തതിനാണ് വാർഡ് മെമ്പറെ മർദ്ദിക്കുകയും സഹായിയായി വന്ന യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. യുവാവ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതികളിൽ ഒരാളെ അന്ന് തന്നെ നൂൽപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സംഭവത്തിനു ശേഷം ഒളിവിൽ പോയ ഷമീറിനെ കഴിഞ്ഞ രാത്രി കോയമ്പത്തൂരിൽ നിന്നാണ് പിടികൂടിയത്. പിന്നീട് രാവിലെ നൂൽപ്പുഴ പോലീസ് സംഭവസ്ഥലത്ത് എത്തിച്ച് പ്രതിയുമായി തെളിവെടുപ്പ് നടത്തി. ഫോറൻസിക് വകുപ്പും സ്ഥലത്തെത്തിയിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ ഷമീറിനെ കോടതി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 വയനാട്. ലൈംഗിക പീഡന കേസിൽ പ്രതിയായ പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർ പ്രശോഭിന് വേണ്ടി പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. ദളിത് യുവതിയുടെ പീഡന പരാതിയിൽ കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ പ്രശോഭ് സംസ്ഥാനം വിട്ടിരിക്കാമെന്നാണ് നിഗമനം. ഇയാളെ പിടികൂടാൻ അന്വേഷണം ഊർജിതമാക്കിയെന്നാണ് പോലീസ് പറയുന്നത്. അതിനിടെ പ്രതി മുൻകൂർ ജാമ്യത്തിനും ശ്രമം നടത്തുന്നുണ്ട്. ദളിത് യുവതിയുടെ പീഡന പരാതിയിൽ ബലാത്സംഗം, SC/ST, പീഡന നിരോധന നിയമം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് പ്രശോഭ് സി വത്സനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ജോലി വാഗ്ദാനം ചെയ്ത വിവിധയിടങ്ങളിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ പരാതി. യുവതിയിൽ നിന്ന് മൊഴിയെടുത്ത പോലീസ് വിശദമായ അന്വേഷണം തുടങ്ങിയതോടെ പ്രശോഭ് മുൻകൂർ ജാമ്യത്തിലായി ശ്രമം ആരംഭിച്ചതായി റിപ്പോർട്ടുണ്ട്. യുവതിയിൽ നിന്ന് മൊഴിയെടുത്ത ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ വ്യക്തമാക്കിയിരുന്നു. പിന്നാലെ യുവതിയിൽ നിന്നും പോലീസ് വിശദമായ മൊഴി രേഖപ്പെടുത്തുകയും അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തു. യുവതി പരാതിയുമായി രംഗത്ത് വന്നതിന് പിന്നാലെ പ്രശോഭ് ഒളിവിൽ പോയി. പ്രശോഭിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. പാലക്കാട് സ്വദേശിനിയായ ദളിത് യുവതിയെ ജോലി വാഗ്ദാനം ചെയ്ത് പ്രശോഭ് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് പോലീസിൽ നൽകിയിരിക്കുന്ന പരാതി. ജോലി സ്ഥലത്തും 2 തവണ മുറിയിൽ വെച്ചും പീഡനത്തിനിരയാക്കി. ഒരു തവണ ജില്ലാ ആശുപത്രിയുടെ സമീപത്ത് കാറിൽ വെച്ചും ഒരു തവണ നഗരത്തിലെ ലോഡ്ജ് മുറിയിൽ വെച്ചും പീഡിപ്പിച്ചു. ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ ഗർഭം അലസിപ്പിക്കാനുള്ള ഗുളിക വാങ്ങിത്തരാമെന്ന് പ്രശോഭ് പറഞ്ഞു. ഈ സാഹചര്യത്തിൽ തനിക്ക് ജീവന് ഭീഷണിയുണ്ടെന്നും യുവതി ആരോപിക്കുന്നു. യുവതിയുടെ ലൈംഗിക പീഡന ആരോപണം പുറത്തു വന്നതോടെ പ്രശോഭിനെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിരുന്നു. ഷാഫി പറമ്പിലുമായും രാഖുൽ ബാങ്കൂട്ടത്തിലുമായും അടുത്ത ബന്ധം പറഞ്ഞായിരുന്നു ഭീഷണിയെന്നും പരാതിയുണ്ട്. ന്യൂസ് 18 പാലക്കാട്. മംഗളൂരുവിലെ ഗുണ്ടാ നേതാവ് ഹാരിസ് ഹുസൈൻ എന്ന ടാബ്ലറ്റ് ഹുസൈൻ്റെ കൊലപാതകത്തിൽ പ്രതികളെ പിടികൂടാൻ കഴിയാത്തത് ആരുടെ വീഴ്ചയാണ്? കൊലയാളി സംഘത്തെ കേന്ദ്രീകരിച്ച് കർണാടകയിൽ വ്യാപകമായി തിരച്ചിൽ നടത്തിയിട്ടും യാതൊരു സൂചനയുമില്ല. കേസിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചാണ് അന്വേഷണം. പ്രതികൾ ബംഗളൂരുവിലേക്ക് കടന്നതായി സൂചനയുണ്ടെങ്കിലും പോലീസ് സങ്കേതം കണ്ടെത്താൻ കഴിയാത്തത് പോലീസിന് വലിയ നാണക്കേടായി. 6 അംഗ സംഘമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. ഇതിനിടെ തൊപ്പി നൌഫലിൻ്റെ കൂട്ടാളി മുഹമ്മദ് റിഫാത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് ആരോപിച്ച്
ഹുസൈൻ്റെ കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. മംഗളൂരുവിലെ ഗുണ്ടാ നേതാവ് ടാബ്ലറ്റ് ഹുസൈന്റെ കൊലപാതകം 3 ദിവസം കഴിഞ്ഞിട്ടും പ്രതികളെ പിടികൂടാനാകാതെ പോലീസ്. പ്രതികളെക്കുറിച്ച് പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചതായാണ് വിവരം. ഉള്ളാൾ, സൂറത്കൽ, വാമഞ്ചൂർ, ബണ്ട്വാൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള 6 അംഗ സംഘമാണ് കൊലപാതകത്തിന് പിന്നിലെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. കൊലയാളി സംഘം ബംഗളൂരുവിലേക്ക് കടന്നതായാണ് സൂചന. ഇവരുടെ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. പ്രതികൾക്ക് സാമ്പത്തിക സഹായം ഉൾപ്പെടെ നൽകിയവരെ കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. വ്യക്തി വൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിലെ കാരണമെന്നും പോലീസ്. ഇതിനിടയിൽ തൊപ്പി നൌഫലിന്റെ കൂട്ടാളി മുഹമ്മദ് റിഫാത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാരോപിച്ച് ഹുസൈന്റെ മകൻ ഉള്ളാൾ പോലീസിൽ പരാതി നൽകി. കൊലയാളി സംഘം എത്തിയത് വാടകയ്ക്കെടുത്ത വാഹനത്തിലായിരുന്നു. പിന്നീട് ബണ്ട്വാൾ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വാഹനം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. അവിടെ നിന്നും ഓട്ടോറിക്ഷയിൽ പ്രതികൾ കടന്നു കളഞ്ഞതായാണ് സംശയിക്കുന്നത്. വെള്ളിയാഴ്ച പുലർച്ചെയാണ് തെക്കോട്ട് ഫ്ലൈ ഓവറിന് മുകളിൽ വെച്ച് കുത്രോളി സ്വദേശിയും മത്സ്യ വ്യാപാരിയുമായ ആരിസ് ഹുസൈനെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇയാൾക്കെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകൾ നിലവിലുണ്ട്. ബന്ദർ പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളുമാണ് ആരിസ്. ബൈക്ക് തടഞ്ഞു നിർത്തിയാണ് ഗുണ്ടാ നേതാവിനെ ഒരു സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. 2022 മെയ് 24 ഉച്ചല മുള്ളുകുട്ടയിൽ വെച്ച് ഹാരിസ് ഹുസൈൻ തൊപ്പി നൌഫലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആക്രമിച്ചിരുന്നു. അന്ന് തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. 2025 നവംബറിൽ ഉപ്പള റെയിൽവേ ഗേറ്റിന് സമീപം തൊപ്പി നൌഫലിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു. എന്നാൽ മഞ്ചേശ്വരം പോലീസ് പിന്നീട് ഇത് റെയിൽവേ അപകടമായി രജിസ്റ്റർ ചെയ്ത് കേസ് അവസാനിപ്പിക്കുകയായിരുന്നു. ഇതിനെതിരെ നൌഫലിന്റെ കുടുംബവും സുഹൃത്തുക്കളും നേരത്തെ രംഗത്തെത്തിയിരുന്നു. തൊപ്പി നൌഫലിന്റെ മരണത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് ആരിഫ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടിരുന്നു. കേസിലെ മറ്റൊരു പ്രതിയുടെ പിതാവുമായി ഹാർബറിൽ വെച്ച് തർക്കവും ഉണ്ടായതായി വിവരമുണ്ട്. ഇതാണോ കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. PV അൻവറിനെ വർഷങ്ങളോളം സംശയനിഴലിൽ നിർത്തിയ സംഭവമാണ് കള്ളപ്പണ ഇടപാട് കേസ്. ബെൽത്തങ്ങാടിയിലുള്ള ക്വാറിയിൽ 10% ഓഹരി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് 50 ലക്ഷം രൂപ വാങ്ങി വഞ്ചിച്ചെന്ന പരാതി ED വരെ അന്വേഷിച്ചതാണ്. ഒടുവിൽ PV അൻവറിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ക്ലീൻ ചിറ്റ്. സാമ്പത്തിക ആരോപണങ്ങളിൽ കള്ളപ്പണ നിരോധന നിയമപ്രകാരം നടപടിയെടുക്കാൻ തക്ക തെളിവില്ലെന്ന് ED PMLA കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ിൽ കർണാടകയിലെ ബെൽത്തങ്ങാടിയിലുള്ള ക്വാറിയിൽ 10% ഓഹരി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് MLA 50 ലക്ഷം രൂപ വാങ്ങി വഞ്ചിച്ചു എന്നതായിരുന്നു പരാതിയുടെ ഉള്ളടക്കം. ഈ പരാതിയിൽ വിദേശ പണമോ കള്ളപ്പണമോ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതായിരുന്നു ED പ്രധാനമായും പരിശോധിച്ചത്. മലപ്പുറം സ്വദേശിയായ പ്രവാസി എഞ്ചിനീയർ സലിം നൽകിയ പരാതിയെ തുടർന്നാണ് ED അന്വേഷണം ആരംഭിച്ചത്. ക്വാറി ഇടപാടിന് പുറമെ അൻവറിന്റെ മറ്റ് ബിസിനസ് മേഖലകളിലേക്കും ED അന്വേഷണം നടത്തിയിരുന്നു. ആഫ്രിക്കയിലെ സിയറ ലിയോണിൽ അൻവർ നടത്തുന്ന സ്വർണ്ണ ഖനന ബിസിനസ്സിലെ നിക്ഷേപങ്ങളെക്കുറിച്ചും സാമ്പത്തിക സ്രോതസ്സും നിയമവിരുദ്ധമായ പണ ഇടപാടുകളും ഇതിൽ നടന്നിട്ടുണ്ടോ എന്നും ED പരിശോധിച്ചു. കേസുമായി ബന്ധപ്പെട്ട പരാതിക്കാരനെയും ക്വാറി വിറ്റയാളെയും ED കൊച്ചി ഓഫീസിൽ വിളിപ്പിച്ച് ചോദ്യം ചെയ്തിരുന്നു. ആരോപണങ്ങളിൽ കള്ളപ്പണ ഇടപാട് നടന്നതായി കണ്ടെത്താൻ EDക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ് PMLA കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. സാമ്പത്തിക വഞ്ചന എന്ന രീതിയിൽ പോലീസ് അന്വേഷിക്കേണ്ട പരാതിയാണിതെന്ന നിഗമനത്തിലാണ് കേന്ദ്ര ഏജൻസി എത്തിയിരിക്കുന്നത്. വഞ്ചനാക്കുറ്റം നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ സിവിൽ അല്ലെങ്കിൽ ക്രിമിനൽ കോടതികളിലെ നടപടികൾ തുടരാമെങ്കിലും EDക്ക് ഇതിൽ തുടർ നടപടികൾ സാധ്യമല്ല എന്നതാണ് വിലയിരുത്തൽ. ന്യൂസ് 18 കൊച്ചി. മലപ്പുറം കക്കാടം പൊയിലെയും സമീപ പ്രദേശങ്ങളിലെയും കുപ്രസിദ്ധ ചാരായം മാറ്റുകാരനാണ് തക്കാളി രാജേഷ് എന്ന രാജേഷ്. എല്ലാ ആഘോഷ സമയങ്ങളിലും ഇയാൾ ചാരായം മാറ്റും. പിന്നീട് ആവശ്യക്കാർക്ക് കുപ്പികളിലായി എത്തിച്ചു നൽകുന്നതാണ് രീതി. കഴിഞ്ഞ ദിവസം എക്സൈസ് നടത്തിയ പരിശോധനയിൽ
ഇയാളിൽ നിന്നും 3.5 ലിറ്റർ നാടൻ ചാരായം പിടിച്ചെടുത്തു. ബൈക്കിൽ ചാരായം വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുമ്പോഴായിരുന്നു അറസ്റ്റ്. രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എക്സൈസിൻ്റെ പരിശോധന. സ്ഥിരമായി നാടൻ ചാരായം വാറ്റി വിൽപ്പന നടത്തുന്ന യുവാവാണ് വീണ്ടും സമാനമായ കേസിൽ നിലമ്പൂർ എക്സൈസിന്റെ പിടിയിലായത്. തെരഞ്ഞെടുപ്പ് സ്പെഷ്യൽ ഡ്രൈവ് സ്ട്രൈക്കിംഗ് ഫോഴ്സിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് കക്കാടംപൊയിൽ സ്വദേശി തക്കാളി രാജേഷ് എന്ന രാജേഷിനെ എക്സൈസ് സംഘം പൊക്കിയത്. ബൈക്കിൽ വിൽപ്പനയ്ക്കായി കടത്തുകയായിരുന്ന 3.5 ലിറ്റർ വാറ്റ് ചാരായവും രാജേഷിൽ നിന്ന് കണ്ടെടുത്തു. കക്കാടംപൊയിൽ പ്രദേശത്തെ കുപ്രസിദ്ധ ചാരായം വാറ്റുകാരനാണ് രാജേഷ് എന്ന് എക്സൈസ് അറിയിച്ചു. വാറ്റ് ചാരായം കൈവശം വെച്ച് വിൽപ്പന നടത്തിയ കേസുകളിൽ മുൻപ് 2 തവണ രാജേഷിനെ എക്സൈസ് പിടികൂടിയിരുന്നു. കക്കാടംപൊയിൽ മേഖല കേന്ദ്രീകരിച്ച് നാടൻ ചാരായ വിൽപ്പനയും വാറ്റും സജീവമാണെന്ന് എക്സൈസ് പറയുന്നു. ഇതനുസരിച്ച് രാജേഷ് ചാരായം വാറ്റി വിൽക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് പരിശോധന നടത്തി അറസ്റ്റ് ചെയ്തത്. നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ TH ഷഫീഖ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ C ശ്രീകുമാർ, പ്രിവന്റീവ് ഓഫീസർ C അബ്ദുൾ റഷീദ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ NK സെറീന, സിവിൽ എക്സൈസ് ഓഫീസർ എബിൻ സണ്ണി എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത്. ന്യൂസ് 18 മലപ്പുറം. മനുഷ്യരെ എപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? പ്രതിസന്ധി ഘട്ടത്തിലും നല്ല കാലം വരുമ്പോഴുമാണല്ലേ. പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ ഉറ്റ ചങ്ങാതിമാരെന്ന് കരുതിയവർ പോലും ഓടി ഒളിച്ചേക്കാം. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയിലും സുഹൃത്തുക്കൾക്കും ഏറ്റവും അടുപ്പമുള്ളവർക്കും ചിലപ്പോൾ അസൂയയും അകൽച്ചയും ഉണ്ടാകാം. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ചുറ്റുപാടുമില്ലേ? അവരുടെ ആ പെരുമാറ്റങ്ങൾ കാണുമ്പോൾ സങ്കടം തോന്നാറുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ അതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. പലരും അകന്നു പോയിട്ടുണ്ടാകും. നമ്മളെക്കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞു വരുത്തിയിട്ടുണ്ടാകും. വിട്ട് കളഞ്ഞേക്കുന്നു. അവരൊന്നും യഥാർത്ഥ സുഹൃത്തുക്കളല്ല എന്ന് തിരിച്ചറിയാനുള്ള ഒരവസരമായി കണ്ടാൽ മതിയല്ലോ. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാവുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.